പ്രേതങ്ങളുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഇന്നും രണ്ട് ഉത്തരങ്ങൾ വന്നേക്കാം. എന്നാൽ പ്രേതങ്ങൾ ഉണ്ട് തെളിയിക്കുന്ന സോഷ്യൽ മീഡിയകളിൽ ഏറെ വൈറലായ കുറച്ച് വീഡിയോസാണ് നമ്മളിൽ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പേ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ സംഭവം നടന്നത് അങ്ങ് ജപ്പാനിലാണ്. അതായത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പെൺകുട്ടി ഓഫീസിൽ വർക്ക് ചെയ്യുന്നതായി കാണാം. എന്നാൽ ആ പെൺകുട്ടി ആ ഓഫീസിൽ ഒറ്റയ്ക്കായിരുന്നില്ല. പെട്ടെന്ന് ആ രൂപം മാഞ്ഞു പോയെങ്കിലും അല്പസമയം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ വലിച്ചെടുത്തുകൊണ്ട് പോന്നു. തുടർന്ന് പെൺകുട്ടി ബോധരഹിതയായി താഴെ വീഴുന്നു. പിന്നീട് ആ രൂപം അവിടെ നിന്നും മാഞ്ഞു പോകുന്നത് നമുക്ക് വീഡിയോ വ്യക്തമായി കാണാം. സംഭവം നടന്നത് കേരളത്തിലാണ്. എന്താണെന്ന് വെച്ചാൽ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുമ്പോഴാണ് വീട്ടുടമസ്ഥന് അടുത്ത ആരോ ഉള്ളതുപോലെ തോന്നിയത്. ഇക്കാര്യം തന്റെ മക്കളെ അറിയിച്ചു. തുടർന്ന് വീട്ടിലെ CCTV ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ അവർ കണ്ട കാഴ്ച ഇങ്ങനെയായിരുന്നു. ഒക്കെ നടന്നു. ആട് സൈക്കിളിന്റെ അടുത്ത് വന്നു. സൈക്കിളല്ലേ? അപ്പൊ അത് കാണാൻ പറ്റാത്തതാണ്. അല്ലെങ്കിൽ പിന്നെ വാപ്പ കാണാൻ പറ്റുന്ന അല്ലേ? അല്ല, അതാ നമ്മൾ ഗേറ്റ് തുറക്കുന്നത് വരെ അത് അവിടെ ഉണ്ടാവണം. നമ്മൾ തുറന്നു പോയാലും അത് കാണുമായിരിക്കും, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഇനി കാണോ? ഫ്രാൻസിസ്കോ ഹെൻറി എന്ന വ്യക്തി ഒരു എയർലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം മെക്സിക്കോ ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഒരു ഫ്ലൈറ്റിൽ നിന്ന് വല്ലാത്തൊരു സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഫ്രാൻസിസ്കോ വിമാനത്തിൽ കയറി. നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ ഒരു ടോർച്ചിന് സഹായത്തോടെയാണ് അദ്ദേഹം നോക്കുന്നത്. ഈ സമയത്താണ് ഒരു കറുത്ത രൂപം പെട്ടെന്ന് തെളിഞ്ഞു വന്നത്. അതായത് വികൃതമായ ഒരു രൂപം ഫ്രാൻസിസ്കോയെ നോക്കുന്നത് പോലെ നമുക്ക് ഈ വീഡിയോയിൽ വ്യക്തമായി കാണാം. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യപ്പെട്ട ഈ വീഡിയോ ഇത് ഗോസ്റ്റ് ആണെന്നും എന്നാൽ അങ്ങനെയല്ല, ഇത് ക്യാമറ ഗ്ലിച്ചാണെന്നും പറയപ്പെടുന്നു. No mames. 2019 മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായ ഒരു സംഭവമായിരുന്നു ഇത്. അതായത് 2019 യുഎസിലെ കോറിഡോയിൽ ബീവൻ ഗോമസ് എന്ന വ്യക്തിയുടെ വീട്ടിൽ നടന്ന ഒരു സംഭവമാണ്. വീഡിയോയിൽ കാണുന്ന പോലെ ഒരു വിചിത്ര രൂപം, അതായത് ഒരു ഏലിയനെ പോലെ ഒരു രൂപം എങ്ങോട്ടോ നീങ്ങി മാറുന്നതായി നമുക്ക് വീഡിയോയിൽ കാണാം. ഇവിടെ രണ്ട് കുട്ടികൾ ബാൾ എറിഞ്ഞ് കളിക്കുന്നതായി കാണാം. ഇത് മറ്റൊരു സ്ത്രീ വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് ഇവർ ഇങ്ങനെ കളിക്കുന്ന സ്ഥലത്തെ തൊട്ടടുത്തൊരു ബിൽഡിങ്ങിലെ ഒരു റൂമിൽ നിന്ന് ഒരു വിചിത്ര രൂപം ഇവരെ നോക്കുന്ന ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് എന്താണെന്നറിയാൻ വേണ്ടി ഇവർ മൂന്നുപേരും ബിൽഡിങ്ങിലേക്ക് പോയെങ്കിലും അവിടെ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ വീഡിയോ മാഞ്ചസ്റ്ററിലെ ഒരു മ്യൂസിയത്തിലാണ് സംഭവിച്ചത്. അതായത് ഈ മ്യൂസിയത്തിലെ ഈജിപ്തിൽ നിന്നുള്ള ഒരു ഫറോയുടെ പ്രതിമ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആ മ്യൂസിയത്തിലുള്ള ആളുകൾ മനസ്സിലാക്കി ഈ പ്രതിമയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്ന്. ഈ പ്രതിമ വെച്ച സ്ഥലത്തല്ല പിന്നീട് കാണപ്പെടുന്നത്. അങ്ങനെ ഡൗട്ട് വന്ന് ഈ മ്യൂസിയത്തിലെ ആളുകൾ CCTV ചെക്ക് ചെയ്തപ്പോൾ അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഏലിയൻ ക്യാമറയിൽ പതിഞ്ഞു എന്ന ഒരു വീഡിയോ ഏറെ വൈറലായിരുന്നു. സംഭവം നടന്നത് അങ്ങ് തെക്കൻ ബ്രസീലിലാണ്. ഏലിയൻ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് ഇനിയും വ്യക്തമല്ല. എങ്കിലും ഇത്തരം സാങ്കേതിക വിദ്യകൾ വളർന്നിട്ടും ഏലിയനെ ചിത്രീകരിക്കുമ്പോൾ മാത്രം എന്താണ് ഇത്ര ക്ലാരിറ്റി കുറവെന്ന് പലരും ചോദിക്കുന്നു. പക്ഷെ ആ ജീവി ആ മല ഇറങ്ങി വരുമ്പോൾ നമുക്ക് വ്യക്തമാവും അത് സാധാരണ ഒരു മനുഷ്യനല്ല, മൃഗവുമല്ല. എങ്കിൽ പിന്നെ എന്താണ്?
അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത്ര മാത്രമാണ്. ഇതുപോലെ മറ്റൊരു വീഡിയോ കാണുന്നവരെ see you.